ഹായ് നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയ രീതിയിൽ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ അപ്പം ഉണ്ടാക്കാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാൻ സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിതാ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ നേരമെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം. അരി നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിയട്ടെ. അപ്പോൾ ഇവിടെ ഒരു 5 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അരി ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറൊരു രീതിയിൽ അപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ആ രീതിയിൽ ഉണ്ടാക്കിയാലും ഈ രീതിയിലാണെങ്കിൽ 2 രീതിയിലും നല്ല രീതിയിൽ അപ്പം ക്ലിയറായി കിട്ടാറുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അരി മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചോറ് അതിട്ട് കൊടുക്കുക. അത് മട്ടരിയുടെ ചോറായാലും വെള്ളരിയുടെ ആയാലും കുഴപ്പമില്ല. 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 to 3/4 ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ടത് അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. നൈസായിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂണ് കുറച്ച് ഇളം ചുടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു 3 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട ആദ്യം തന്നെ, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അത്രേ പാടുള്ളൂ. ഒരുപാട് അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിത് രാത്രിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനി രാവിലെയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുക. അപ്പോൾ മാവ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ അങ്ങനെ ഒഴിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടിയാവാൻ പാടില്ല, ദോശമാവിൻ്റെ അത്ര ലൂസും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ബാറ്ററാണ് നമുക്ക് അപ്പത്തിന് വേണ്ടത്. അപ്പോൾ അതും കൂടി ഒരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക. ഇനി രാവിലെയാണ് നമ്മളിത് അപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കുക. ഇനി ഞാനിത് രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഈസ്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ പൊങ്ങി വരുള്ളൂ. ഇനി ഈ സമയത്ത് ഇതിലേക്ക് വേറൊരു സംഭവം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. തേങ്ങ ഒരു 3/4 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ വൈറ്റ് ഭാഗം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് തേങ്ങ രാവിലെയാണ് കേട്ടോ അരച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഈ മാവ് ഇതുപോലെ കൂട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയണം കേട്ടോ, ഒട്ടും തരി പാടില്ല. എന്നിട്ട് ഈ മാവിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. 1 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കണം. എന്നാലാണ് നല്ല ക്ലിയർ ആയിട്ട് അപ്പം കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഇതാണ് ചെയ്തു വെച്ചാൽ മതി. എന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലെ ഉപ്പും ചെറിയ മധുരമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ
ഇപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മാവ് ക്ലിയർ ആയതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതുപോലെ ഇട്ട് ഇളക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് അപ്പം ഉണ്ടാക്കുള്ളൂ. അതുവരെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി അപ്പം ഉണ്ടാക്കുന്നത് ദോശ ചട്ടിയിലാണ് കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതാ കണ്ടില്ലേ, മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലിട്ടിട്ട് നന്നായിട്ട് കുത്തി ഇളക്കരുത്. അപ്പോൾ ഓരോ തവി മാവ് അതിൽ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ആ ബബിൾസൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അപ്പം റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമുക്കതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.